ഫൈനലി ഞാൻ ടെർബോ കണ്ട്. ടെർബോ ഫസ്റ്റ് പറയണത് ഡയറക്റ്റഡ് ബൈ വൈശാഖിനെ അറിയാമല്ലോ, നമ്മുടെ കാലങ്ങളായിട്ട് പുലിപുരികൻ, പൂക്കിരാജ എന്നൊക്കെ കിടക്കുന്ന വൈശാഖ്. പിന്നെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന മിഥുൻ മാനുവൽ തോമസ്, നമ്മുടെ അറിയാലോ ആട് 2 ഇപ്പം അവസാനം വന്നത് ഹോസ്റ്റലർ, അതിൻ്റെ ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ്. പിന്നെ എടുത്തു പറയുന്നത് BGM സ്കോർ കേട്ടോ, കിണ്ണ സാധനം, അടിപൊളി BGM ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു BGM. ചില സമയത്തൊക്കെ ഈ BGM എനിക്കൊരു എന്നാ പറയാ, ഒരു ചെറിയൊരു ഡിസ്റ്റർബ് തോന്നും. കാരണം ഡയലോഗ് കേൾക്കാത്ത, അതിൻ്റെ തിയേറ്ററിൻ്റെ അതാണോ അതോ BGM ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചില ഡയലോഗ് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ എടുത്തു പറയേണ്ടത് ഫൈറ്റ് ആദ്യത്തെ തുടക്കത്തിൽ ഫൈറ്റല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഒറ്റ ഫൈറ്റ്, രണ്ട് ഫൈറ്റ് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തത് ഒരു ചെറിയ ഫൈറ്റ് ഉണ്ട്, ഒരു ചെറിയൊരു സ്ഥലത്ത് ഫൈറ്റ് ഉണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ ക്ലൈമാക്സിലെ ഒരു ചെറിയ പോർഷൻ ഫൈറ്റ് ഉണ്ട്. ഇത് രണ്ട് നൈസായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ പേര് പറയുന്ന പോലെ, ഈ പേര് തുടക്കത്തിൽ തന്നെ ഒരു കയ്യാണ് ടെർബോ. ഈ ഫുൾ പവർ മമ്മൂട്ടിയുടെ കൈയെക്കുറിച്ച് തന്നെ കാണിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ കൈകൾ തന്നെയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു ക്യാമറ വർക്കെല്ലാം മമ്മൂട്ടിയുടെ കൈയെ നല്ലപോലെ ഫോക്കസ് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കോമഡി പറയുകയാണെങ്കിൽ വലുതായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ഇങ്ങനെ ഒത്തിരി പൊട്ടിച്ചിരിക്കാനില്ല, എന്നാൽ ചടിയുണ്ട്. നമുക്കിങ്ങനെ വലിയ നമ്മൾ കേട്ട് പഴകിയതാണോ ഒന്നും അറിയത്തില്ല. കുറച്ച് അഴിഞ്ഞ കോമഡിയൊക്കെയാണ്, വലിയ സുഖമില്ല കേൾക്കാനൊന്നും. എന്നാലും രണ്ടെണ്ണം അത് കേട്ടിട്ട് ഒരു ചെറിയ ചിരി എനിക്ക് വന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഭയങ്കര അയച്ചില്ല. അതാണ് നമ്മളിങ്ങനെ ഇരിക്കും, അതിന് കുറച്ച് തല്ല് കാണും, പിന്നെ ഇരിക്കും, കുറച്ച് നല്ല രീതിയിൽ അയച്ചിലുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് വില്ലൻ്റെ എൻട്രി ഓക്കെ, പക്ഷെ വില്ലനായിട്ട് കാണിക്കണമെങ്കിൽ ഒരു ബിൽഡപ്പ് വേണം. വില്ലൻ്റെ ക്യാരക്ടറും അങ്ങനെ ആയിക്കണം. പക്ഷെ ഇതിനൊരു വില്ലൻ ഒരു ഇതുമില്ല, എക്സ്പ്രഷൻ അല്ല, വില്ലനാണെന്ന് തോന്നത്തില്ല. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ വെറും ഒരു ചെറിയ റൗഡി അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ. പിന്നെ അതിനകത്ത് ഇതിൻ്റെ എടുത്തു പറയുകയാണെങ്കിൽ ഒരു ലവ് ട്രാക്ക് അല്ല, ഒരു ചെറിയ പോർഷൻ, അത് വെറും ക്ലീശിയ. എനിക്ക് വലിയ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടേ ഇല്ല ആ ഒരു പോർഷൻ. ഇവരുടെ ഒരു ചെറിയൊരു ഇടയ്ക്കത്തെ രണ്ടാൾക്കാരുടെ ഒരു ലവ് സ്റ്റോറി കാര്യം പറയുന്നുള്ളൂ, അത് വലിയ ഒന്നുമില്ല. ഭയങ്കര എടുപ്പം ആ ലവ് സ്റ്റോറിയുടെ കാര്യം പറയുന്നത്. പിന്നെ അതിനകത്ത് പിന്നെ ഉള്ള റീസൺസാണ്, ഒരു കൊലയാളി അല്ല ഒരാൾ അയാൾ ചെയ്താണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം, ഒരു നല്ല കാരണം വേണം. ഇത് ഒരു കാരണവും ഇല്ല, നമുക്ക് കണ്ടിങ്ങനെ വെറുതെ ഇരിക്കാന്നുള്ളൂ. പിന്നെ കുറച്ച് പണ്ടത്തെ സിനിമകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഓർമ്മയിൽ വന്നു എനിക്ക്. പണ്ടത്തെ അത് ചില സാധനം എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ചുമ്മാ എനിക്ക് പണ്ടത്തെ വൈശാഖിൻ്റെ പടം, ഉദയകൃഷ്ണൻ, ഇവരുടെ പടങ്ങളൊക്കെ പോലെയാണ് ഈ പടം ഇരിക്കുന്നത്. പിന്നെ ക്യാമറ വർക്ക് നൈസാണ് തൊട്ട്, ആ ഒരു റോബോട്ട് ക്യാമും കാര്യങ്ങളും. പിന്നെ ഒരൊറ്റ തവണയെങ്കിൽ തോന്നി കണ്ടത് ഞാൻ ഓർക്കുന്നത് ഒരു ഡ്രോണിൻ്റെ സീനുണ്ട്, അത് പക്കയാണ്. പിന്നെ ഫ്രെയിമും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് പ്രഡിക്റ്റബിളാണ് അടുത്തത് എന്ത് സംഭവിക്കും. കാരണം നമ്മൾ കണ്ട് സിനിമകളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് നല്ല ഉറപ്പുണ്ട്. അതേപോലെ സംഭവിച്ചു. ഇപ്പം നമ്മൾ എന്ത് വിചാരിച്ചോ ആ സംഭവം നടക്കും. അങ്ങനെയൊക്കെയാണ് ഈ പടത്തിൽ വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ടത് ചേസിങ് സീൻ, ക്ലൈമാക്സ് ചേസിങ് സീൻ ഉണ്ട്. മമ്മൂട്ടി അത് പക്ക പറഞ്ഞ പെർഫെക്റ്റ് സാധനം. അത് വിഷയം ചേസിങ്, അത് മമ്മൂട്ടി ഇങ്ങനെ അഴിഞ്ഞാട്ടാ കാറിൻ്റെ ചേസിങ് സീൻ വിഷയം സാധനമാണ്. അത് ഇങ്ങനെ കൈ അടിച്ച് വിസിലടിച്ചു ആ സീൻ കണ്ടിട്ട്. ഒരു സാധനമുണ്ട്, അത് പറയാൻ പറ്റത്തില്ല സ്കൂട്ടറായപ്പോൾ, പക്ഷെ ആ ഒരു സാധനം ഇങ്ങനെ കറക്കിക്കൊണ്ട് നിർത്തുന്ന സഹിച്ചുകൊണ്ട് വെട്ടിച്ചില്ല സാധനം. പിന്നെ അടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ചില മൈന്യൂട്ട് കാര്യങ്ങൾ എനിക്ക് ഓർക്കുമ്പോൾ പല സിനിമകൾ ഓർമ്മ വരുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം ഒരു വൺ ഡേ വാച്ചബിൾ, ഒരു ആവറേജ്, വൺ ഡേ വാച്ചബിൾ വിത്ത് ആവറേജ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ പടം വലിയ ഗുമ്മായിട്ടോ എനിക്ക് ഗുമ്മെന്നല്ല വലിയ തോന്നില്ല. കാരണം നമ്മൾ പണ്ട് സിനിമകളായതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും തോന്നൽ വരുന്നില്ല. എന്തായാലും ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബൈ.